വ്യക്തി സ്വാതന്ത്ര്യവും സാമൂഹിക ധാർമ്മികതയും തമ്മിലുള്ള അതിർവരമ്പുകളെ സംബന്ധിച്ച നിർണായകമായ ഒരു വിധി പ്രസ്താവത്തിലൂടെ ശ്രദ്ധേയമാവുകയാണ് അലഹാബാദ് ഹൈക്കോടതി. വിവാഹിതനായ ഒരു പുരുഷൻ മറ്റൊരു സ്ത്രീയുമായി ലിവ് ഇൻ ബന്ധത്തിൽ ഏർപ്പെടുന്നത് നിയമപരമായി കുറ്റകരമല്ലെന്ന് കോടതി നിരീക്ഷിച്ചു. ജസ്റ്റിസ് ജെ മുനീർ, ജസ്റ്റിസ് തരുൺ സക്സേന എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് പൗരാവകാശങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ള ഈ സുപ്രധാന നിരീക്ഷണം നടത്തിയത്. സമൂഹത്തിന്റെ ധാർമ്മിക അളവുകോലുകൾ ഉപയോഗിച്ച് ഒരു വ്യക്തിയുടെ ഭരണഘടനാപരമായ അവകാശങ്ങളെ തടയാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. നിയമവും സാമൂഹിക ധാർമ്മികതയും രണ്ട് വ്യത്യസ്ത തലങ്ങളിലാണെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി, പരസ്പര സമ്മതത്തോടെ പ്രായപൂർത്തിയായ രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചാൽ അതിൽ ഇടപെടാൻ മറ്റാർക്കും അവകാശമില്ലെന്ന് ആവർത്തിച്ചു. വ്യക്തിപരമായ തീരുമാനങ്ങളെ ധാർമ്മികതയുടെ പേരിൽ ചോദ്യം ചെയ്യുന്നത് പൗരാവകാശ ലംഘനമാണെന്ന് ബെഞ്ച് നിരീക്ഷിച്ചു. അനാമിക എന്ന യുവതി തന്റെ കുടുംബത്തിൽ നിന്നും നേരിടുന്ന ഭീഷണികൾക്കെതിരെ സംരക്ഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് കോടതി ഈ നിലപാട് വ്യക്തമാക്കിയത്. നേത്രാപാൽ എന്ന വ്യക്തിയുമായി താൻ പ്രായപൂർത്തിയായ വ്യക്തി എന്ന നിലയിൽ സ്വന്തം ഇഷ്ടപ്രകാരം ലിവ് ഇൻ ബന്ധത്തിൽ കഴിയുകയാണെന്നും എന്നാൽ തന്റെ കുടുംബം ഇതിനെ എതിർക്കുകയും തങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയുമാണെന്ന് യുവതി കോടതിയെ ബോധിപ്പിച്ചു. യുവതിയുടെ കുടുംബത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകർ കോടതിയിൽ ഉന്നയിച്ച വാദം, കൂടെയുള്ള പുരുഷൻ വിവാഹിതനാണെന്നും അതിനാൽ മറ്റൊരു സ്ത്രീക്കൊപ്പം അയാൾ കഴിയുന്നത് നിയമവിരുദ്ധമാണെന്നുമാണ്. എന്നാൽ ഈ വാദത്തെ തള്ളിക്കളഞ്ഞ കോടതി, ഒരു വ്യക്തി വിവാഹിതനാണെന്നത് അയാൾ മറ്റൊരു വ്യക്തിയുമായി ഒരുമിച്ച് താമസിക്കുന്നതിന് തടസ്സമല്ലെന്ന് വ്യക്തമാക്കി. ഇത്തരം ബന്ധങ്ങളെ സമൂഹം എങ്ങനെ കാണുന്നു എന്നതല്ല, മറിച്ച് നിയമം എന്ത് പറയുന്നു എന്നതാണ് പ്രധാനമെന്ന് കോടതി ഓർമ്മിപ്പിച്ചു. തന്റെ മകളെ നേത്രാപാൽ തട്ടിക്കൊണ്ടുപോയതാണെന്ന് കാണിച്ച അനാമികയുടെ കുടുംബം നേരത്തെ പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ താൻ തട്ടിക്കൊണ്ടുപോകലിന് ഇരയായതല്ലെന്നും സ്വന്തം ഇഷ്ടപ്രകാരമാണ് നേത്രപാലിനൊപ്പം താമസിക്കുന്നതെന്നും യുവതി ഷാജഹാൻപൂർ SP-ക്ക് രേഖാമൂലം മൊഴി നൽകിയിരുന്നു. ഇത് പരിഗണിച്ച കോടതി നേത്രപാലിനെ അറസ്റ്റ് ചെയ്യാനുള്ള പോലീസിന്റെ നീക്കത്തെ കർശനമായി തടയുകയും ചെയ്തു. തങ്ങളെ കുടുംബാംഗങ്ങൾ കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതായും ദുരഭിമാന കൊലയ്ക്ക് ഇരയാകുമോ എന്ന ഭയത്തിലാണ് കഴിയുന്നതെന്നും യുവതി കോടതിയിൽ വെളിപ്പെടുത്തി. ഈ പരാതിയിൽ പോലീസ് എന്തുകൊണ്ട് നടപടി എടുത്തില്ലെന്ന് കോടതി രൂക്ഷമായി ചോദിച്ചു. വ്യക്തികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നത് പോലീസിന്റെ പ്രാഥമിക കടമയാണെന്നും ലിവ് ഇൻ ബന്ധത്തിൽ കഴിയുന്നവർക്കും ഈ സംരക്ഷണം ലഭിക്കാൻ അവകാശമുണ്ടെന്നും കോടതി ഓർമ്മിപ്പിച്ചു. ഹർജിക്കാരായ യുവതിക്കും പങ്കാളിക്കും ആവശ്യമായ സുരക്ഷ ഉറപ്പാക്കേണ്ടത് ഷാജഹാൻപൂർ SP-യുടെ വ്യക്തിപരമായ ഉത്തരവാദിത്തമായിരിക്കുമെന്ന് ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. ഇവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറാൻ ആരെയും അനുവദിക്കരുത്. ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ച വ്യക്തികൾക്ക് ഭയരഹിതമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് ഭരണകൂട സംവിധാനങ്ങളുടെ ചുമതലയാണെന്ന് വിധിയിൽ പറയുന്നു. അനാമികയുടെ കുടുംബാംഗങ്ങൾക്കെതിരെ കർശനമായ നിയന്ത്രണങ്ങളാണ് കോടതി ഏർപ്പെടുത്തിയത്. ഇവരുടെ വീട്ടിൽ പ്രവേശിക്കാനോ നേരിട്ടോ അല്ലാതെയോ ബന്ധപ്പെടാനോ കുടുംബത്തിന് അനുവാദമില്ല. യുവതിയുടെ തീരുമാനത്തെ മാനിക്കാൻ കുടുംബം തയ്യാറാകണമെന്നും ഭീഷണിപ്പെടുത്തുന്ന നീക്കങ്ങൾ അവസാനിപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഈ വിധി ഇന്ത്യയിലെ വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ വലിയ സ്വാധീനം ചെലുത്തും. വിവാഹം എന്ന വ്യവസ്ഥയ്ക്ക് പുറത്തുള്ള ബന്ധങ്ങളെയും നിയമപരമായ സംരക്ഷണത്തിന് അർഹമായ ഒന്നായി കോടതി കാണുന്നു എന്നത് ശ്രദ്ധേയമാണ്. മുതിർന്ന വ്യക്തികളുടെ ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധങ്ങളിൽ ധാർമ്മികതയുടെ പേരിൽ പോലീസ് ഇടപെടുന്നത് ശരിയല്ലെന്ന സന്ദേശമാണ് ഇതിലൂടെ ലഭിക്കുന്നത്. പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ കോടതികൾ എന്നും പ്രതിജ്ഞാബദ്ധമാണെന്ന് വ്യക്തമാക്കുന്നതാണ് അലഹാബാദ് ഹൈക്കോടതിയുടെ ഇടപെടൽ. സാമൂഹിക വിവേചനങ്ങളിൽ നിന്നും കുടുംബത്തിന്റെ അനാവശ്യ സമ്മർദ്ദങ്ങളിൽ നിന്നും വ്യക്തികളെ സംരക്ഷിക്കുന്നതിൽ ഈ വിധി ഒരു പുതിയ മാതൃകയാകും. പ്രായപൂർത്തിയായ വ്യക്തികളുടെ സ്വാതന്ത്ര്യമായ തിരഞ്ഞെടുപ്പുകൾക്ക് നിയമപരമായ അംഗീകാരം നൽകുന്ന ഒന്നായി ഈ വിധി ചരിത്രത്തിൽ ഇടം പിടിക്കും.